രാജ്യത്തിന്റെ പുരോഗതിയിലും സമൂഹത്തിന്റെ വളർച്ചയിലും നിർണായക പങ്ക് വഹിക്കുന്നത് യുവജനങ്ങളാണ്. യുവത്വത്തിന്റെ കരുത്തു തന്നെയാണ് നാളെയുടെ ഭാരതത്തിന്റെ മുഖം. ഭാവി തലമുറയ്ക്ക് ശക്തമായ അടിത്തറ ഒരുക്കുന്നതിനായി സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത്തരം ചരിത്രപരമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 62,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ബീഹാറിൽ തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്നത്. ബീഹാറിലെ യുവജനങ്ങളുടെ ക്ഷേമത്തെ കേന്ദ്രീകരിച്ചുള്ള ഈ പദ്ധതികൾ സംസ്ഥാനത്തെ വികസനത്തിലേക്കും തൊഴിൽ സാധ്യത കൂട്ടുന്നതിലേക്കും പുതിയ വഴി തുറക്കും. മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ബീഹാറിലെ യുവാക്കൾക്കായി ഒരുക്കുന്ന പദ്ധതികൾ പല മേഖലകളിലും നവീകരണ സാധ്യതയാണ് വെളിവാക്കുന്നത്. 1000 ITIകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള PM സേതു പദ്ധതി തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം നൽകുന്നതിനും വലിയ കരുത്താകും. കൂടാതെ രാജ്യത്തെ തൊഴിൽ വിപണിയിൽ മത്സരാധിഷ്ഠിതമായ കഴിവുകൾ വികസിപ്പിക്കാൻ ഇത് സഹായകമാകും. അതുപോലെ തന്നെ IT, ഇലക്ട്രോണിക്സ്, കൃഷി, ടൂറിസം തുടങ്ങിയ വളർച്ചാധിഷ്ഠിത മേഖലകളിൽ കഴിവുറ്റ തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിന് 1200 വൊക്കേഷണൽ ലാബുകൾ നവോദയ ഏകലവ്യ സ്കൂളുകളിൽ ആരംഭിച്ചത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വിദ്യാഭ്യാസവും തൊഴിലും കൈകോർക്കുന്ന രീതിയിലുള്ള ഈ പദ്ധതികൾ ഭാവിയിലെ തൊഴിൽ മേഖലകളെ ശക്തിപ്പെടുത്താൻ സഹായകമാകും. ബിരുദധാരികളായ 5 ലക്ഷത്തോളം യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം 2 വർഷത്തേക്ക് ലഭിക്കുന്ന സഹായം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്ന വലിയ ആശ്വാസമാണ്. അതിനൊപ്പം 4 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന ബീഹാർ സ്റ്റുഡന്റ് ക്രെഡിറ്റ് കാർഡ് പദ്ധതി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വഴി തെളിയിക്കും. വിദ്യാഭ്യാസ രംഗത്ത് സമത്വം ഉറപ്പാക്കാൻ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്താനുമുള്ള അവസരം ഒരുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. വിവിധ പ്രായക്കാരുടെ പ്രശ്നങ്ങളും സാധ്യതകളും കേൾക്കാനും പരിഹരിക്കാനുമായി ബീഹാർ യുവയോഗ് രൂപീകരിച്ചതും ശ്രദ്ധേയമാണ്. യുവാക്കളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് ഭരണകൂടം കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്നതിനുള്ള ജനാധിപത്യ മാതൃകയായി ഈ പദ്ധതി മാറുക തന്നെ ചെയ്യും. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ പേരിലുള്ള സ്കിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് സംസ്ഥാനത്തെ തൊഴിൽ സാധ്യതകളെ വിപുലീകരിക്കുന്ന മറ്റൊരു ചുവടുവെപ്പാണ്. പാട്ന അടക്കമുള്ള സർവകലാശാലകൾക്ക് ലാബും ഹോസ്റ്റലുകളും അനുവദിച്ചതോടെ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന ഗവേഷണ സൗകര്യങ്ങൾ ലഭ്യമാകും. കൂടാതെ 4000 യുവാക്കൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള തീരുമാനം തൊഴിൽ പ്രതീക്ഷ ഉള്ളവർക്ക് വലിയ പ്രചോദനമാണ്. പാട്ന NITയുടെ പുതിയ ക്യാമ്പസ് 450 കോടി രൂപ ചിലവിൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രഖ്യാപിച്ച സ്കോളർഷിപ്പുകൾ തുടങ്ങിയവ ബീഹാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ബീഹാറിനൊപ്പം രാജ്യമൊട്ടാകെ BJP സർക്കാർ നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭാരത് പോലുള്ള ആരോഗ്യ പദ്ധതികൾ, ജൽജീവൻ മിഷൻ മുഖേന വീടുകളിലേക്ക് ശുദ്ധജല വിതരണം, ഉജ്ജ്വല യോജന മുഖേന അടുക്കളയിൽ ഗ്യാസ് സൗകര്യം, പ്രധാനമന്ത്രി ആവാസ് യോജന മുഖേന വീടില്ലാത്തവർക്ക് വീട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ പോലുള്ള ദേശീയ പരിപാടികൾ തുടങ്ങിയവയും സമൂഹത്തിൽ സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്ന ഒന്നായി മാറും. വികസനവും ക്ഷേമവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് ഭരണ വിജയത്തിന്റെ അളവുകോൽ. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ ജനസേവനം. ബീഹാറിൽ ആരംഭിച്ച 62,000 കോടി രൂപയുടെ പദ്ധതികൾ യുവജനങ്ങൾക്ക് തൊഴിലും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തി ഭാവിയിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ സഹായകമാകും. എന്തായാലും സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ പാകി ബീഹാർ ഇന്ത്യയുടെ നവോത്ഥാന യാത്രയിൽ മുൻപന്തിയിൽ എത്തുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. സംസ്ഥാനം മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനം വിജയത്തെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം.